ഇന്ന് നമ്മളൊരു ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില സ്ഥലത്ത് അതിന് പൂച്ചയപ്പം, ചില സ്ഥലങ്ങളിൽ കുമ്പിളപ്പം, അങ്ങനെ പല പല പേരുകളുണ്ട്. നമ്മുടെ അവിടെ ചക്കയട എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചക്കയട ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ഇലകളിൽ അത് ഉണ്ടാക്കാം. എടന ഇല, അല്ലെങ്കിൽ ചിലർ വട്ടയുടെ ഇലയിൽ ഉണ്ടാക്കും, ചിലർ തേക്കിൻ്റെ ഇലയിൽ, പിന്നെ കൊക്കോയുടെ ഇലയിൽ. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന എടനയുടെ ഇലയിലാണ്. നമ്മുടെ ഇവിടെ അതിന് എടന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എടന ഇലയെല്ലാം ഒടിച്ചെടുക്കണം. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തളിർത്ത് നിൽക്കണം. കണ്ടോ, നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇലയെല്ലാം നമ്മൾ പറിച്ചെടുത്തു. ഇനി നമുക്ക് ഇലയെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കാം. എന്തെങ്കിലും ജീവികൾ, മീൻസ് എട്ട്, സ്പൈഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് നമുക്കതിനെ വൃത്തിയായിട്ട് രണ്ട് സൈഡും തുടച്ചെടുക്കാം. വലിയ ഇലകൾ എടുത്ത് നോക്കി തുടക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ അതിനെ മടക്കി ഒരു ഷേപ്പ് ആക്കാനുള്ളതാണല്ലോ. അപ്പോൾ വലിയ ഇലയാണെങ്കിലാണ് നമുക്കതിനെ മടക്കി എടുക്കാൻ എളുപ്പം. ഇപ്പോൾ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ചക്കയെ നന്നായിട്ട് ശർക്കരയെല്ലാം ചേർത്ത് വരട്ടി വെച്ചിരുന്നാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്തും ഈ ഇല ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചക്ക ഉള്ള സമയത്ത് നമ്മളിത് കഴിച്ച് മടുക്കും. അപ്പോൾ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞങ്ങൾ ഓൾറെഡി വരട്ടി വെച്ചിരിക്കുന്ന ചക്കയാണ്. ചക്കയിലേക്ക് ആവശ്യത്തിന് നല്ല ശർക്കര നമ്മൾ ഇങ്ങനെ മറ്റേ പാവ് കാച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കല്ലെല്ലാം വരുന്നതുകൊണ്ട് അങ്ങനെ ഒഴിച്ച് നന്നായിട്ട് വരട്ടി കുറച്ച് നെയ്യും ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിനും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ആ ചക്ക ഇല്ലാത്ത സമയത്ത് ഇതെടുത്ത് ചക്ക ഇടയാക്കി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടായിക്കുമ്പോൾ നമ്മൾ ഈ വരട്ടി വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ മധുരം അനുസരിച്ച്. ഇതിപ്പോൾ ഒത്തിരി കറുത്ത ശർക്കര അല്ലാത്തതുകൊണ്ടാണ് നല്ല ഇങ്ങനത്തെ ഒരു കളറ് കിട്ടിയിരിക്കുന്നത്. ചില ശർക്കരയ്ക്ക് അത് ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറ് കിട്ടും. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ കളർ ഡിഫറൻസ് വരും. ഇപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി കഴിയുമ്പോൾ ഇത് ഒരു തേങ്ങ ചിരകിയതാണ്. ഒരു തേങ്ങ നന്നായിട്ട് ചെറുതായി ചിരകി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചൂടായിരിക്കുന്ന ചക്ക വരട്ടിയതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും തേങ്ങ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് തേങ്ങയൊന്ന് ചൂടാകുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റവ, കുറച്ചൊരു 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ചുക്ക്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ഈ മിക്സിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ പാകം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പത്തിൻ്റെ പൊടിയാണ്. ഇടിയപ്പം അല്ലെങ്കിൽ അപ്പത്തിന് യൂസ് ചെയ്യുന്ന പൊടി 1 കപ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ആഡ് ചെയ്തിട്ട് നിങ്ങളത് ഇളക്കി എല്ലാ സ്ഥലത്തും ഈക്വലി എത്തുന്ന രീതിയിൽ ഇളക്കി കഴിയുമ്പോൾ അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് അതൊന്നും കുഴയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇച്ചിരി ഒരു ലിക്വിഡ് ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. കാരണം നമുക്ക് ചക്കയുടെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഒത്തിരി ഭയങ്കര ഹാർഡായിട്ട് അത് ഇങ്ങനെ കുഴയരുത്. അപ്പോൾ അതിന് പാകത്തിന് പൊടി ഒത്തിരി കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. ചക്കയ്ക്കൊരു ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നമുക്കിതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് സമയം. അതേ സമയത്ത് നമുക്കൊരു ഇഡലിപ്പാത്രം വെച്ചിട്ട് ജസ്റ്റ് വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചക്കയുടെ ഒന്ന് മടക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വലിയ ഇലയെടുത്ത് ഇതുപോലെ കുമ്പിള് പോലെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചക്കയെ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് 1 സ്പൂൺ, ഒത്തിരി വെക്കേണ്ട, ഒത്തിരി കനമാകുമ്പോൾ അത് അകമൊക്കെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പൂൺ, 1.25 സ്പൂൺ കൂടുതലാണ് തോന്നുവാണെങ്കിൽ അതിന് കുറച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത്രയും ഏകദേശം ഈ എമൗണ്ട് എടുത്തിട്ട് നമുക്കതിനെ അതിൻ്റെ ആ ഒരു വാല് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഞെട്ട് അവിടെ ശരിക്കും അങ്ങ് മടക്കിയിട്ട് അതിനകത്തേക്ക് ഇതിനങ്ങ് കയറ്റി വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഇലയട മടക്കിയെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ അതിന് ശരിക്കും അതിൻ്റെ ആ വാല് അതിനകത്തേക്ക് കയറ്റി വയ്ക്കാം. നമ്മൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്ത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് മടക്കിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ ആഡ് ചെയ്ത്, നമ്മൾ ഒത്തിരി ആഡ് ചെയ്താൽ അത് ഭയങ്കര വലുതായിട്ടിരിക്കും. അപ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. പാകത്തിന് ആഡ് ചെയ്തിട്ട് ആദ്യം മടക്കിയതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ വാൽഭാഗം അകത്തേക്ക് വെച്ചിട്ട് ശരിക്കും അതിനെ മടക്കിയെടുക്കാം. ഇനി ഈ കുമ്പിൾ ഷേപ്പിലല്ലാതെ നമുക്കിതിനെ കണ്ടോ പരന്ന ഷേപ്പിൽ നമുക്കിതിനുണ്ടാക്കി. കുമ്പിൾ ഷേപ്പിലുള്ളത് നമ്മൾ കുമ്പിളപ്പം എന്ന് പറയും. ഇങ്ങനെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പെട്ടെന്ന് മടക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. ഇങ്ങനെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇരിക്കുന്ന എല്ലാ ഇതും കൂടെ ഇതേ ഷേപ്പിൽ മടക്കിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെല്ലാം നല്ല വൃത്തിയായിട്ട് മടക്കി ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കാം. വലിയ ഇല എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മളതിനെ മടക്കി വരുമ്പോൾ ശരിക്കും അത് മടങ്ങിയിരിക്കില്ല. പിന്നെ അത് വേവുന്ന സമയത്ത് അത് തുറന്നു പോകാനും
അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ ഇല എടുത്താൽ എല്ലാം എളുപ്പമുണ്ട്. നമുക്ക് കുറേ ഇലകൾ കണ്ടു, കാണാൻ തന്നെ എന്ത് രസമല്ലേ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോരോ അട എടുത്ത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ആവിയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു വാഴയില വെക്കാം കേട്ടോ. അപ്പോൾ ആ ആവി ഡയറക്റ്റ് അങ്ങോട്ടേക്ക് കയറി ഭയങ്കര വെള്ളമയം ഇല്ലാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ എല്ലാ അടയും വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിപ്പാത്രം മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. നമുക്ക് നമ്മുടെ അട വെന്തോന്നൊന്ന് തുറന്ന് നോക്കാവേ. ആദ്യം നമ്മൾ പുറത്ത് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആഹാ, ആ ഇടനയില വെന്ത മണവും അതിൻ്റെ എന്താ പറയുക, അത് ആ ഇടനയില ടേസ്റ്റ് ആ അടയിലേക്ക് ഇറങ്ങി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി അടയാണേ. നമ്മൾ ഈ അടയ്ക്ക് മിക്സ് ചെയ്ത സമയത്ത് അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ടാലും കുറച്ചും കൂടെ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്തില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ആട്ടോ, നല്ല സോഫ്റ്റ് ഉള്ള അടിയാട്ടോ.